നല്ല വിശേഷം. ബിസിയല്ലേ ഇപ്പൊ? ഞങ്ങളെ ഒന്നും തിരിഞ്ഞു നോക്കാൻ സമയമില്ല ഇപ്പൊ. അയ്യോ, ആര് പറഞ്ഞു? എനിക്ക് ബിസിയേ ഇല്ല. രണ്ട് സീരിയലിലും എല്ലായിട്ട് അങ്ങ് അമ്മ ഓടി നടക്കുവാന്നാ ഞങ്ങള് കേട്ടേക്കുന്നത്. എന്റെ ദൈവമേ, എനിക്ക് സൗന്ദര്യം ഇല്ലാത്തോണ്ട് ഇപ്പൊ ഒരുപാട് സിനിമ കുറവാ. സൗന്ദര്യം വേണം സിനിമ. അമ്മയ്ക്ക് സൗന്ദര്യം വേണ്ട. ഓ, സൗന്ദര്യം വേണം. സൗന്ദര്യം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ സൗന്ദര്യം ഉണ്ടായിരുന്നു ഇപ്പൊ ഏതെല്ലാം ഡയറക്ടർമാർ, ഷാജി കൈലാസ് സാറ്, അങ്ങനെയുള്ള വലിയ വലിയ ഡയറക്ടേഴ്സൊക്കെ എന്നെ വിളിക്കുന്നില്ലയോ? വിളിക്കൂലായിരുന്നോ? പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, പറയാം. അതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാ ഇവിടെ അമ്മയ്ക്ക് ഭയങ്കര സൗന്ദര്യ. അമ്മയുടെ മനസ്സ് ഭയങ്കര നല്ല മനസ്സാ. പക്ഷെ ജനങ്ങളൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ജനങ്ങൾ പറയുന്നത് ചുമ്മാ അല്ലല്ലോ, നമ്മുടെ ജനങ്ങൾ ഉള്ള നേരാ പറയുന്നത്. അതുകൊണ്ട് ഈ അമ്മ ഭയങ്കര ഇഷ്ടമാണ്. അതറിയാവോ അമ്മയ്ക്ക്? വലിയ സന്തോഷമുണ്ട് അതിൽ. എനിക്ക് ഭയങ്കര സന്തോഷം. പെട്ടെന്ന് ഇതിൽ ഒരു കാര്യം അറിയാവോ, നമ്മളെ രണ്ടുപേരുടെയും ഗുരു ഒന്നാ. അറിയാവോ? സീരിയലിൽ കൊണ്ടുവന്ന ആരാ? സീരിയലിൽ കൊണ്ടുവന്ന ബാലേന്ദ്ര മേനോൻ സാറിന്റെ സിനിമയെ കൊണ്ടുവന്ന ബാലേന്ദ്ര മേനോൻ സാറാ. അപ്പൊ നമ്മൾ രണ്ടുപേരുടെയും ഗുരു ഒന്നല്ലേ? എല്ലാം മറന്നു പോവാ ലക്ഷ്മി അമ്മ. ശരിയാ. ബാലേന്ദ്ര മേനോൻ സാറിന്റെ ഒരു സീരിയല് കണ്ടത്, സൂര്യോദയം എന്ന് പറഞ്ഞ സീരിയല് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് സത്യാനന്ദിക്കാട് സാറ് സൂര്യോദയം 3 മണിക്ക് ഇട്ട് കണ്ടപ്പോൾ ഞാൻ പച്ചക്കറിയും കൊണ്ട് പോകുന്ന ഒരു ഭാഗമാണ് കണ്ടത്. ഇവർ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ എടുത്തത്. അതിന് വലിയ സന്തോഷമുണ്ട്. ചേച്ചി സീരിയൽസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഞാൻ കുറേ സീരിയൽ ചെയ്തതാണ്. കുറേ ചെയ്തു. ഇപ്പം നമ്മുടെ അമൃതയുടെ തന്നെ അയ്യപ്പ ശരണം അതിൽ ചെയ്യുന്നുണ്ട്. ചേച്ചിക്ക് ഇതേപോലെ ആക്ട്രസ് ആവാൻ ഇഷ്ടമായിരുന്നു? കൊച്ചിലെ തൊട്ട് അത് തന്നെ. ഈ അമ്മ നാടകത്തിലൊക്കെ കുഞ്ഞുനാളിൽ പോയി. ഞാൻ മമ്മിയുടെ കൂടെ നാടകത്തിന് തന്നെയാണ് വന്നത്. മമ്മിയുടെ കൂടെ തന്നെ 10th കഴിഞ്ഞപ്പോ നാടകത്തിൽ അഭിനയിച്ച്. അപ്പൊ അമ്മയോട് പറഞ്ഞു അങ്ങനെ അമ്മ എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാന്ന് പറഞ്ഞതാണോ അതോ അമ്മ അങ്ങോട്ട് ചോദിച്ചു? ഇഷ്ടത്തിൻ്റെതല്ലായിരുന്നു, ഇഷ്ടമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോ. പിന്നെ നമ്മുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ ഒറ്റയ്ക്കല്ലേ, അമ്മയ്ക്കൊരു കൂട്ടായിട്ട് ഞങ്ങൾ 4 മക്കളാണ്. അപ്പൊ അതില് അമ്മ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന്. ചേച്ചിയാണോ മൂത്തേ? ഇല്ല, ഞാൻ മൂന്നാമത്തെ. അപ്പൊ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് കൂടെ ഇറങ്ങി. പിന്നെ ഇതങ്ങ് ജീവിത മാർഗമാക്കി. ഓക്കേ. അമ്മ തിരുത്താറുണ്ടോ മോളെ? ഇന്ന പോലെ ചെയ്യ, ഇതുപോലെ ചെയ്യെന്നൊക്കെ പറഞ്ഞിട്ട്? ചില സമയങ്ങളിലൊക്കെ ഞാൻ പറയും, ലക്ഷ്മി കുറച്ചും കൂടെ ഇവിടെ അങ്ങനെ കാണിച്ചാൽ ഇങ്ങനെ കാണിച്ചാൽ നന്നായിരിക്കുമെന്ന് പറയും. അപ്പം മമ്മി അത് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണെന്ന് പറയും. എല്ലാവർക്കും എൻ്റെ അഭിനയം ഇഷ്ടം. മമ്മിക്ക് പിന്നെ ഒരു തിരുത്തലുണ്ട് എന്നങ്ങ് പറയാം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അങ്ങ് നിർത്തി. അല്ല, അങ്ങനെ പറഞ്ഞാലും ഞാൻ പിന്നെ അത് ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ശ്രമിക്കും. അതെ, പെട്ടെന്നൊരു നമ്മൾ എത്ര കഷ്ടപ്പെട്ട്, നമ്മൾ എത്ര പെയിൻ എടുത്ത് ഒക്കെ അഭിനയിച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് പറയും ചെയ്തൊന്നും ശരിയായില്ല, നീ ഇതുപോലെ അങ്ങോട്ട് ചെയ്യാൻ. ഉള്ളതും കൂടെ ഇല്ലാതാവും. ചിന്ത വരും, ഡിസ്കറേജ്, നമ്മളൊരു എനർജി ലെവൽ അങ്ങ് ഡൗൺ ആയി പോയ പോലെ അല്ലേ? അതിൽ നിന്ന് പിന്നെ ഒന്ന് എണീച്ച് വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മമ്മിയുടെ തർക്കിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടം തന്നെ, മമ്മി ചുമ്മാ. എന്നോട് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഞാനിങ്ങനെ ശരിയാ മമ്മി പറഞ്ഞത്, അപ്പൊ അതുപോലെ ചെയ്ത് നോക്കാം. പക്ഷെ എന്നാ ചെയ്യും. ഒരു കാര്യമുണ്ട് ചേച്ചി, എന്നാന്നോ, ഏറ്റവും കൂടുതൽ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഏതൊരു മക്കൾക്കും ഏറ്റവും കൂടുതൽ കുറ്റങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തെറ്റ് തിരുത്തുന്ന അമ്മ തന്നെയാണ്. ആ അമ്മയോളം സിൻസിയർ വേറെ ആർക്കും ഇവക്കെന്നല്ല. എൻ്റെ അഭിനയം എങ്ങനെയെന്നുള്ളത് ജനങ്ങൾ വേണമല്ലോ പറയാനുള്ളത്. അത് ഒരുവിധം കൊള്ളാം എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഈ അഭിനയിക്കുമ്പോൾ സിനിമയായാലും സീരിയലായാലും സാധാരണക്കാരും അറിയാതെ അബദ്ധത്തിൽ പറയും, മോളെ ഇങ്ങനെ വന്നേ, അങ്ങനെ മറ്റുള്ളവർക്കും കൂടെ ഒരു തെറ്റ് തിരുത്തൽ കൊടുക്കണമുണ്ട്. അയ്യോ, അവർക്ക് ദേഷ്യം വരുന്നു. ഇപ്പം അവർ വലിയ നടിയായതുകൊണ്ടാണ് ചില പിള്ളേരങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം ഇപ്പോഴത്തെ സ്വാമിശരണത്തിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞു, എടി നീ ഇങ്ങനെ ഇത് കഥ കേട്ടുകൊണ്ടിരുന്നപ്പോൾ നിനക്ക് നീ ഒരു അത് കേൾക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു ഭക്തി വരുമ്പോൾ അങ്ങനെ ഇരിയടി, അല്ല നീ അങ്ങനെ ഇരിക്കരുത്. ഉറക്കം വന്നു പോയോണ്ടാണെന്ന് പറഞ്ഞ് തിരുത്തി. കാണുന്നവര് വിചാരിക്കുന്നില്ലല്ലോ ഇത് രാത്രിയിലാണോ പകലാണോ ഷൂട്ട് ചെയ്യുന്നത്. ആർട്ടിസ്റ്റ് വൈസ് എക്സ്പ്രഷൻ വരണമല്ലോ, അതുകൊണ്ട് അമ്മ തിരുത്തുന്ന. ഞാൻ തിരുത്തി കൊടുക്കാത്ത ഈ ലോകത്തൊറ്റ വ്യക്തിയേ ഉള്ളൂ, എന്റെ മകൻ. എനിക്ക് തിരുത്തി കൊടുക്കേണ്ട കാര്യമല്ല, അവൻ എനിക്ക് തിരുത്തി തരും, ഞാൻ അംഗീകരിക്കുകയും ചെയ്യും. മമ്മിയുടെ കഴിവ് ഫുള്ള് കിട്ടിയിരിക്കുന്ന അവന് തന്നെയാണ്. ഞങ്ങൾക്കൊന്നും മമ്മിയുടെ ഒരു അടുത്തുപോലും വന്നിട്ടില്ല കേട്ടോ, ഒന്നും വന്നിട്ടില്ല. ഞാനൊന്നും ഒന്നുമല്ല മമ്മിയുടെ മുമ്പിൽ. പക്ഷെ അവൻ ഭയങ്കര കഴിവുള്ളത്.
അതൊരു ദൈവത്തിന്റെ അനുഗ്രഹം തന്നെ. തീർച്ചയായിട്ടും അല്ലേ? അല്ലാതെ നമുക്കിപ്പോ ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ഒരു ആക്ടർ എന്ന് പറയുന്നത് ഒരു ഇൻബോൺ ടാലന്റ് ആണ്. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ടു മേക്ക് ഇറ്റ് മോർ പെർഫെക്റ്റ് ആണ് നമ്മൾ ഒരു എന്താ പറയാ കോളേജിലും അക്കാഡമിയിലും ഒക്കെ പോയി പഠിച്ച് അവിടുന്ന് വരുന്നത് അല്ലെ. ഞാൻ ഇന്ന പോലെ പഠിച്ചിട്ടുണ്ട്, അവിടുന്ന് ഞാൻ വരുന്നതെന്നൊക്കെ. എന്നാലും അതിലും കാണും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, അങ്ങനെ പഠിച്ചു വന്നാൽ പോലും. പക്ഷെ പഠിക്കണമെന്നൊന്നുമില്ല, അഭിനയത്തിന് അതൊരു അഭിനയം ഒരു അനുഗ്രഹമാണ്. അമ്മയെ നാടകം കളിക്കുന്ന സമയത്ത് 2-3 നാടകമൊക്കെ ഞങ്ങൾ ഒരു ദിവസം 3 സ്റ്റേജൊക്കെ കാണും. അപ്പം ഞാനെന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്റ്റേജിന് സെക്കൻഡിന് വരുമ്പോഴത്തേക്ക് ഞാനൊക്കെ കരഞ്ഞ് പിന്നെ ആ ചിരിയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കുള്ളൂ, ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ മമ്മി അങ്ങനെയല്ല. ഫസ്റ്റ് റിഹേഴ്സലിന് എങ്ങനെയായിരുന്നോ എന്നെക്കാളും ഡബിൾ പെർഫോമൻസ് ആയിരിക്കും. അത് ഒരു പൊട്ട് പോലും, ഇവിടെ ഒരു കുത്തു പോകണമെങ്കിൽ അതുപോലെ ഇട്ടിട്ടേ കയറുള്ളൂ. ആ അങ്ങനെ. അത് മേനക സുരേഷിന്റെ മകള് രേവതി. ഇപ്പം ഞങ്ങൾക്കൊരു ഡാഗിനി എന്ന് പറയുന്ന പടത്തിൻ്റെ ഒരു ഇതായിരുന്നു. അവർ എൻ്റെ അടുത്തൊന്നും കൂടുതൽ സംസാരിച്ചില്ല. അപ്പം തീരുന്നവരെ ഞാൻ കാത്തിരുന്നു. കാരണം ഞാൻ രേവതി വന്ന് ഞാൻ ഒരു കാര്യം ചെയ്തിട്ട് എന്താണ് എന്നോട് ഇത്ര സഹകരിക്കാതിരുന്നത്, ഞാൻ എന്ത് കുറ്റം ഞാൻ ചോദിച്ചു. സത്യം, എന്താ എന്നോട് ഇങ്ങനെ ഉണ്ടായിരുന്നത്, എല്ലാവരും എന്നോട് സഹകരണം, രേവതിക്ക് എന്താ എന്നോട് എന്തോ ഒരു ഇതുപോലെ തോന്നി, ഞാൻ ആരും അല്ല കേട്ടോ, എന്താ വേണ്ട. അയ്യോ എൻ്റെ അമ്മച്ചി, ഞാൻ അതുകൊണ്ടല്ല, ഇതാണ് കണ്ടിന്യൂറ്റിയുടെ കാര്യം പറഞ്ഞത്. അമ്മച്ചി ഒരു കണ്ടിന്യൂറ്റി പോലും ഒരിത് മറ്റവർക്ക് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് എന്താ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്, കുറച്ചുകൂടെ എന്ന് പറയുമ്പോൾ അവർക്ക് ഉള്ളതും കൂടെ പോകും. അമ്മച്ചിക്ക് അതില്ലല്ലോ, അതുകൊണ്ട് അമ്മയ്ക്ക് എന്താണ് പറയുന്നത്. അതിന്റെ ഇടയിൽ അമ്മ തെറ്റിദ്ധരിച്ചു പോയി. ശരിക്കും അമ്മ ഈ കുഞ്ഞുനാള് മുതല് അമ്മയ്ക്ക് ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ ഡാൻസിനൊക്കെ നല്ല മിടുക്കിയായിരുന്നു. നടനഭൂഷണം ഒക്കെ കിട്ടിയതാണ് അമ്മ. ശരിക്കും അമ്മ ഈ ആക്ടിങ്ങില് അല്ലെങ്കിൽ 4ാം ക്ലാസ്സിൽ ഈ ഡാൻസ് തുടങ്ങിയത് അപ്പോൾ കുഞ്ഞു പ്രായമാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമൊന്നും പറഞ്ഞിറങ്ങി പോകാനൊക്കത്തില്ല. അമ്മയുടെ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു അമ്മനെ ഇങ്ങനെ മിടുക്കിയാക്കി. എൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞാൽ ഞാൻ സങ്കടം വരും. അതുകൊണ്ട് ഞാൻ സങ്കടപ്പെടാതിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആർക്കും ഇഷ്ടമല്ല, ഒരു വല്ലാത്ത കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. കാര്യം അമ്മയുടെ കാലത്തിലൊക്കെ എന്ന് പറയുമ്പോൾ സിനിമയിൽ വരിക എന്ന് പറയുന്നത് വലിയൊരു അതൊരു വല്ലാത്ത വലിയ. മമ്മി ഇപ്പോഴും അവാർഡുകൾ അങ്ങനെ എന്തെങ്കിലും നല്ല നല്ല ഇതൊക്കെ വരുമ്പോൾ എപ്പോഴും പറയും എൻ്റെ അമ്മ ഇല്ലല്ലോ. ഞാൻ മേലോട്ട് നോക്കിയിട്ട് അമ്മ കിട്ടി കേട്ടാ. വളരെ സന്തോഷമായി കാണും. എന്തായാലും മകളൊരു ലൈം ലൈറ്റിൽ നിൽക്കുന്നത് കാണാൻ ഏതൊരു അമ്മയും ആഗ്രഹിച്ചു. അതേപോലെ അമ്മയ്ക്ക് അത് സാധിച്ചു കൊടുക്കാനും സാധിച്ചു അല്ലെ. അപ്പൊ എത്രയായാലും ഉള്ളുകൊണ്ട് എന്തൊരു സന്തോഷമായിരിക്കും. ആ അമ്മയുടെ സന്തോഷം നമ്മൾ എല്ലാരും കണ്ടു. ഇനി ഈ അമ്മയുടെ മോള് സ്ക്രീനിൽ കാണുമ്പോൾ അമ്മയുടെ സന്തോഷം പറയും. എനിക്ക് നല്ല സന്തോഷമാണ്. എൻ്റെ 4 മക്കളും ആർട്ടിസ്റ്റുകളായിരുന്നു. അതാണ് നാടകക്കാരായിരുന്നു. 4 പേരും നാടകക്കാരായിരുന്നു. മൂത്ത മോള് മരിച്ചുപോയി. അതും 2 വർഷം KPSC-യിലായിരുന്നു, കാളിദാസ കലാകേന്ദ്രത്തിലായിരുന്നു. അങ്ങനെ വേറെ 1-2. പിന്നെ കല്യാണം നിശ്ചയം കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് പോയിട്ടില്ല. കല്യാണം കഴിഞ്ഞ് പിന്നെ കുടുംബിനിയായിട്ട് അങ്ങ് ജീവിക്കായിരുന്നു. 2ാമത്തെ മോളും അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്കൊരു സമിതി ഉണ്ടായിരുന്നു സ്വന്തമായിട്ട്. അതിൽ ഞാനും മോനും കൂടെ നടത്തിയതാണ്. ഇവളും കൂടെ തന്നെ ചേർന്ന് നടത്തി. അതിൽ 1-2 വർഷം നിന്ന് പിന്നെ അത് പറഞ്ഞു, എനിക്കിനി വയ്യ, കൊച്ചും വലുതായി, ഞാൻ അങ്ങ് നിർത്താൻ പോവാം, ഉള്ളത് കൊണ്ടൊക്കെ തൃപ്തിപ്പെട്ട് ജീവിക്കാം. അപ്പൊ അമ്മ ഹാപ്പിയാണ്. പിന്നെ മക്കളൊക്കെ ഇച്ചിരി കറുത്ത് പോയാലേ ഉള്ളൂ പ്രയാസം തോന്നുന്നത്. അല്ല, എന്നാലും കറുത്ത മക്കൾ 2 ആർട്ടിസ്റ്റുകളാണ്. എൻ്റെ മൂത്ത മോളും നല്ല അഭിനയിക്കുമായിരുന്നു, പക്ഷെ അത് മരിച്ചുപോയി. മോനും അതുപോലെ കറുത്തതാ, അവനും അഭിനയിക്കും, ഞാനും അഭിനയിക്കും. വെളുത്ത മക്കൾ 2 അഭിനയം പോരാ. കേക്കുന്നുണ്ടോ ചേച്ചി? ഞാൻ കേൾക്കുവാ. ചേച്ചിനെ ഇരുത്തിക്കൊണ്ട് അമ്മ അഭിനയം പൂർത്തിയായവരാരെങ്കിലും ഉണ്ടായി? എനിക്ക് കൊണ്ട് പൂർത്തിയാകാൻ ഫിനിഷിംഗ് ഉള്ള ഒരു അഭിനയം. മോഹൻലാൽ പോലും പറയും പൂർത്തിയായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഫിനിഷിങ് ആയില്ല മോളെ. ഇനിയും എനിക്കുമുണ്ട്, നിനക്കുമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നീ ഇവിടെ വരണമെന്നുള്ളത് എൻ്റെ അമ്മയുടെ ആഗ്രഹം. പക്ഷെ ഒരു കാര്യം പറയട്ടെ ചേച്ചി, ഈ ഒരു തുറന്ന മനസ്സാണ് ഈ നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് മുഴുവൻ ഈ അമ്മയെ ഭയങ്കര ഇഷ്ടം. അതായത് ഇപ്പൊ രേവതി, മേനക ചേച്ചിയുടെ മോള് രേവതി പോലും ഇപ്പം അമ്മയോട് മിണ്ടാതെ പോയപ്പോ അമ്മയ്ക്ക് അറിയില്ല, ഫസ്റ്റ് ടൈമാണ് അമ്മ രേവതിയെ കാണുന്നത്. അമ്മ വിളിച്ചു നിർത്തി എന്തുകൊണ്ട് മിണ്ടിയില്ല എന്ന് ചോദിച്ചിട്ട് പോണെങ്കിൽ അമ്മയുടെ മനസ്സ് അത്ര നിഷ്കളങ്കമാണ്. അമ്മയ്ക്ക് അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും ഇഷ്ടമല്ല. എന്നിട്ട് ഞാൻ വളരെ ശ്രദ്ധിച്ച് അവർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണം. അപ്പം സംവിധാനം ചെയ്യുന്ന സമയത്തൊന്നും ഞാൻ അവരെ വിഷമിപ്പിച്ചില്ല, തീർന്നേണ്ടെന്ന്. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്, എന്താണ് എന്നോടൊരു വല്ലാതെ കാണിച്ചത്? മറ്റേ അവർക്കും ഒക്കെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് എന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെ വിചാരിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ എനിക്ക് സമയം ശരി അങ്ങനെയാണല്ലോ, എന്നാൽ കുഴപ്പമില്ല. സ്വഭാവം തന്നെയാണ് കേട്ടോ, വെളിയിൽ കാണിക്കുന്ന ഇതേ സ്വഭാവം തന്നെ വീട്ടിൽ കാണിക്കും.